ഇത് ശ്രീ വേണുകുമാർ എസ്, അതുല്യ എഞ്ചിനീയറിംഗ് ആൻഡ് പൗഡർ കോട്ടിംഗ് ഡെവലപ്മെന്റ് പ്ലോട്ട് ഷൊർണൂർ. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കടന്നു വന്ന വഴികൾ ഏതാണെന്നും ഇപ്പോൾ നടത്തുന്ന ബിസിനസിന്റെ വിശേഷങ്ങൾ എന്താണെന്നും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ അതുല്യ എഞ്ചിനീയറിംഗ് ആൻഡ് പൗഡർ കോട്ടിംഗിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അതുല്യ എഞ്ചിനീയറിംഗ് ആൻഡ് പൗഡർ കോട്ടിംഗ് എന്നുള്ള സ്ഥാപനം 2002 തുടങ്ങിയതാണ്. അന്നിവിടെ ഈ പാലക്കാട് ജില്ലയിൽ പൗഡർ കോട്ടിംഗ് എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ ബോംബെയിലായിരുന്നു, ഒരു രമി ഗ്രൂപ്പിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ രമി ഗ്രൂപ്പിൽ ഈ പൗഡർ കോട്ടിംഗ് ഫാൻ ഡിവിഷന് വേണ്ടി നന്നായി ചെയ്യായിരുന്നു. അപ്പൊ ആ സാധനം നമ്മുടെ നാട്ടിൽ കൂടി കൊണ്ടുവരാൻ നിലയ്ക്കാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ആദ്യം ഒരു വാടക ബിൽഡിങ്ങിലാണ് തുടങ്ങിയത്. അതിന്റെ റെസ്പോൺസ് കിട്ടി, ആൾക്കാർക്ക് വളരെ സൗകര്യമായി. അതുകൊണ്ട് ഈ പെയിന്റിങ് ചെയ്തിട്ട് ഉണങ്ങാനൊന്നും ഇല്ല. അപ്പോൾ പൗഡർ കോട്ടിംഗ് അതിന് ശേഷം നന്നായി ഇവിടെ വരാൻ തുടങ്ങി. അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് ഇപ്പോൾ ആൾമോസ്റ്റ് ആൾ പൗഡർ കോട്ട് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് അതുല്യ എഞ്ചിനീയറിംഗ് എന്നുള്ള പൗഡർ. എത്ര വർഷമായി സാർ തുടങ്ങിയിട്ട്? ഞാൻ 2002 തുടങ്ങിയതാണ്. 2002 തുടങ്ങിയ 12 വർഷത്തോളമായി അല്ലേ? അല്ല, 2002, 2012, 2022, 22 വർഷത്തോളം. അതിൽ ഒരു ഹാഫ് ടൈം 4 to 3 years ബാക്ക് അതുവരെ അവിടെ ആയിരുന്നു. 2001 വരെ അവിടെയായിരുന്നു. ഇവിടേക്ക് വന്നിട്ട് 2002. ഇതിപ്പോ സർക്കാരിന്റെ സ്ഥലം പ്ലോട്ടാണ് കിട്ടിയത് കൊണ്ട് കുറച്ചും കൂടി സൗകര്യമായി. അത് മാത്രമല്ല വളരെ ഹെൽപ്പ് ഉണ്ടായി എനിക്ക്. നമുക്ക് നമ്മുടെ മാതിരിയുള്ള ഒരാൾക്ക് ഒരു എക്സ് സർവീസ്മെൻ ആണ് ഞാൻ. അത്ര വലിയ ഏണിങ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത്രയും നല്ലൊരു പ്ലോട്ടും നല്ല സൗകര്യങ്ങളും ചെയ്യാൻ പറ്റി. അത് എൻറ്റയർലി DHR ഒരു നേട്ടമാണ്. ഈ എക്സ് സർവീസ്മെൻ എന്ന് പറയുമ്പോൾ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് പറയാം. എയർഫോഴ്സിൽ ഞാൻ ട്രാൻസ്പോർട്ട് സ്ക്വാഡിലായിരുന്നു. എന്റെ ട്രേഡ് വൈസ് ആണല്ലോ, ഇൻസ്ട്രുമെന്റ് ആണ് എന്റെ. പിന്നെ ഈ ഓരോരോ സാധനങ്ങൾ ഈ പിന്നെ ഗാർഡനിലൊക്കെ ക്ലീൻ ചെയ്യണ ചൂല്, പിന്നെ അതേമാതിരി ചെറിയ ചെറിയ കൊസ്റ്റി ഇതൊക്കെ പണ്ട് കുറെ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടെ വരുമായിരുന്നു. കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയെല്ലാം എനിക്ക് പുറമേന്ന് കോട്ടിങ്ങിന് വേണ്ടി ഇവിടെ വരും. പൗഡർ കോട്ടിംഗ് എന്ന് പറയുന്നത് നടത്തി കൊടുക്കുന്നതിന് നമുക്ക് ഇതിന് ബേസിക് ആയിട്ട് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് 2 തരം പൗഡർ ഉണ്ട്. ഒന്ന് പ്യുവർ പോളിസ്റ്റർ പൗഡർ. അത് വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കുക. അത് നമ്മൾ ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോഴും അത് കൂടാതെ നല്ല ഫിനിഷിംഗ് ഉള്ള ജോബിനാണ് പോളിസ്റ്റർ. പിന്നെ ബാക്കിയുള്ള നോർമൽ ഈ വക സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. ഇത് ഈ പൗഡർ എവിടെന്നാ സാറ് മേടിക്കണം? കേരളത്തിൽ കിട്ടുമോ? ആക്ച്വലി കേരളത്തിൽ ഇപ്പൊ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ? മുന്നേ ഈ മാർപോൾ എന്നുള്ള കമ്പനിയാണ് ഇതിന്റെ പോയിന്റ്സ് ഈ പിന്നെ പൗഡറിന്റെ. അവര് പിന്നെ ഗോവയാണ് അവര്. അപ്പൊ ഞാൻ രമി ഗ്രൂപ്പിലിരിക്കുമ്പോ തന്നെ ഞങ്ങൾ അവിടുന്ന് പൗഡർ എടുക്കായിരുന്നു. അപ്പൊ ഞാൻ സബ്സിക്വന്റ്ലി ഇവിടെ വന്നതിന് ശേഷം ഇവരോട് ചോദിച്ചു എനിക്ക് ഇവിടുന്ന് അത് കിട്ടുക പൗഡർ ഇവിടുന്ന് കിട്ടുക. അവർ ബാംഗ്ലൂർ സെന്റർ. ബാംഗ്ലൂർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ ഒരു കോയമ്പത്തൂരുണ്ടെന്ന്. വീണ്ടും ഫർദർ എൻക്വയറി എനിക്ക് എറണാകുളത്തുണ്ടെന്ന്. അപ്പൊ എനിക്ക് കൺവീനിയന്റ് ആയി. അപ്പൊ എറണാകുളത്ത് എനിക്ക് റെഗുലർ ആയിട്ട് കിട്ടുമായിരുന്നു. എറണാകുളത്താണ് എല്ലാ പൗഡറും വരുന്നത്. എറണാകുളത്ത് പിന്നെ ബർജർ, മാർക്കോള്, പിന്നെ പാരാക്കോട്ട്, അങ്ങനെ കുറെ കമ്പനികളുണ്ട്. അവരൊക്കെ എറണാകുളം ബേസ്ഡാണ്. എന്താ വെച്ചാൽ അവർക്ക് നോർത്തും സൗത്തും ഒരേപോലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളം ബേസ്ഡാണ്. ഈ പൗഡർ കൊണ്ടുവന്നാൽ എന്താ പ്രോസസ് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞങ്ങളിപ്പോ ജോബ് വന്നാല് അവിടുന്ന് കാണിച്ചു തരാൻ പറ്റുമോ? വേണോ? കാണണം. ജോബ് വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് അവിടെയാണ് ലാൻഡ് ചെയ്യുക. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ ഫസ്റ്റ് നമുക്ക് അതിന്റെ ക്ലീനിങ് പാർട്ടാണ്. ക്ലീനിങ് പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത് അതിന്റെ 7 ടാങ്ക് പ്രോസസ്സാണ് ആക്ച്വലി പൗഡർ. അതായത് അതിൽ വരുന്നത് ഡീഗ്രീസിംഗ്, അതായത് ഓയിൽ വാട്ടർ ബാത്ത്, ഡീ റെസ്റ്റിംഗ് വാട്ടർ ബാത്ത്, ഫോസ്ഫേറ്റിംഗ് വാട്ടർ ബാത്ത്, പാസ്വേറ്റ്. അങ്ങനെയാണ് 7 ടാങ്ക്. 7 ടാങ്കും പ്രോസസ്സാണ്. ഈ 7 ടാങ്ക് പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ ഡ്രൈ ചെയ്യണം. എന്താണെങ്കിൽ ഇരുമ്പാണെങ്കിൽ എന്താണെങ്കിലും വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ അതിൽ വാട്ടർ മോളിക്യൂൾസ് പിടിച്ചിട്ടുണ്ടായി. അതിനെ പുറത്താക്കാതെ നമ്മൾ പൗഡർ കോട്ട് ചെയ്താല് നമുക്ക് ഇതിൽ പ്രിസ്പ്രഷൻ വരും. അപ്പൊ അതിനെ ഞങ്ങൾ ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ സസ്പെൻഡ് ചെയ്താൽ എയറോ ഉണ്ടോ അതിനെ ഡ്രൈ ആവും. ഡ്രൈ ചെയ്തിട്ട് നിങ്ങൾ കണ്ടില്ലേ അവിടെ ബൂത്ത് കണ്ടില്ലേ, ആ ബൂത്തിൽ വരും. ബൂത്തിൽ സസ്പെൻഡ് ചെയ്യും. അതെന്താണെങ്കിൽ ഇതിൽ ഈ ജോബ് നമ്മൾ എപ്പോഴും നെഗറ്റീവ്ലി ചാർജാണ്. ജോബ് ഗണ്ണ് പോസിറ്റീവ് ചാർജ്. അപ്പൊ നമ്മളിതിങ്ങനെ അതിലേക്ക് ഇങ്ങനെ കാണിച്ചാൽ തന്നെ പൗഡർ അതിൽ തന്നെ പിടിക്കും. എന്നിട്ട് അത് പിന്നെ നമ്മൾ അലക്കാതെ ആ ഹുക്കുമ്പോ തന്നെ സസ്പെൻഡ് ചെയ്തിട്ട് ട്രോളിയിൽ ബേക്ക് ചെയ്യും.
അത് പല പ്രധാനപ്പെട്ട മെഷീനറികളൊന്ന് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഞങ്ങൾ കാണാം. മെഷീനറികൾ നമ്മള് പിന്നെ ടാങ്ക്സ് കണ്ടില്ലേ, ടാങ്ക്സ് കണ്ടു. അത് പിന്നെ ഇതാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംപ്രസർ വേണം. അതായത് ഈ എയർ പൗഡർ ജോബിലേക്ക് പിടിപ്പിക്കാൻ നമുക്ക് കംപ്രസ്ഡ് എയർ വേണം. അതിനാണ് കംപ്രസർ. പിന്നെ അത് കഴിഞ്ഞാൽ ഈ എയർ നമ്മളൊരു ബിന്നിലാണ് ഇടുക. ആ ബിന്നിന്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ പൾവറൈസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ എയർ ആണ് പൾവറൈസ് ചെയ്യുന്നത്. പൗഡറിനെ ഇങ്ങനെ ആ പൗഡറാണ് നമുക്ക് ഗണ്ണ് കൂടെ ജോബിലേക്ക് പോകും. ആ ജോബാണ് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഫിനിഷ് ആക്കുന്നത്. അപ്പൊ ഈ 3-4 ടാങ്കുകൾ കവർ ചെയ്ത് ഈ പ്രോസസ് എല്ലാം എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ? ഞങ്ങൾക്ക് 9 വർക്കേഴ്സ് ഉണ്ട്. 9 വർക്കേഴ്സ് ഉണ്ട്. മാനേജർ 10 വർക്കേഴ്സ് ഉണ്ട്. 10 പേർക്ക് ജോലി കൊടുക്കാൻ സാറിന് കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ പ്രോബ്ലം ഇന്നത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ 10 പേർക്ക് ജോലി കൊടുക്കാൻ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പോരാ, നമുക്ക് പല നിലയ്ക്കും കുറെ സപ്പോർട്ടുകളും കുറച്ചുകൂടിയൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെയാണ് ഇത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കുള്ളൂ. അതെ. അപ്പോൾ സാറേ, ഇതിപ്പോ 10 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു CRന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള സഫീഷ്യന്റ് വർക്കൊക്കെ സാറിന് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതാണ് ഞാൻ ഇതേവരെ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ച് നമ്മുടെ സ്വന്തം ഐറ്റംസ് മാനുഫാക്ചർ ചെയ്തിട്ട് മുകളിൽ സ്റ്റോർ ഉണ്ട്. അവിടെ ചെയ്യും. സീസൺ വരുമ്പോൾ ഒന്നിച്ചിട്ട് വിൽക്കും. ഈ 1 crore ഇൻവെസ്റ്റ്മെന്റ് ഇൻക്ലൂഡിംഗ് ലാൻഡ്, ബിൽഡിംഗ് ആൻഡ് മെഷീനറിയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ വേറെ വേണം. വർക്കിംഗ് ക്യാപിറ്റൽ വേണം. വർക്കിംഗ് ക്യാപിറ്റൽ പറയുമ്പോൾ വലിയൊരു വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം വരുന്നില്ല. ഈ പൗഡറിനല്ലേ, പിന്നെ ക്ലീനിങ്ങിനുള്ള കെമിക്കൽസ്. അപ്പം ഇപ്പൊ സാറ് പറയുന്നത് സാറിന് മാനേജ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വർക്ക് കിട്ടുന്നില്ല എന്നാണ്. ഫുൾ ഫ്ലെഡ്ജ്ഡ് വർക്ക് കിട്ടുന്നില്ല. ഇന്റർമീഡിയന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങനെ തന്നെ ഈ ഫർണിച്ചറുകാരെ ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ ചെയ്തിട്ടാണ്. 12 feet ആൻഡ് 7 feet ഹൈറ്റ് ഓവൻ ഇവിടെ വേറെ ആരെടുത്തില്ല. അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ ആ സമയം അതിലേക്ക് സാധനങ്ങൾ വരാറുണ്ട്. ചില സമയം അത് പീരിയഡ് എപ്പോഴും കിട്ടില്ല. ഫർണിച്ചറിന്റെ ഒക്കെ സീസൺ വരും. ഇനിയിപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയം, അല്ലെങ്കിൽ ഇതൊക്കെ ക്ലോസിംഗ്, ഗവൺമെന്റ് ഫർണിച്ചർ, ഇതിനൊക്കെ സപ്ലയർ, അങ്ങനെയൊക്കെ സമയം വരുമ്പോൾ ഇരുമ്പിന്റെ ഫർണിച്ചർ മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റൂ. വേറെ നമുക്ക് ഈ മരത്തിന്റെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. മരത്തിന്റെ ഇതിന് അങ്ങനെ വരാറില്ല. സാർ ഇതിപ്പോ നോക്കി കഴിഞ്ഞാൽ 12 ലക്ഷം രൂപയുടെ ഒക്കെ ഒരു മാസം ഒരു വർക്ക് കിട്ടുമോ? കിട്ടാറുണ്ട്. കയറി ഇറങ്ങിയിരിക്കും. ചില മാസങ്ങൾ ഭയങ്കര ടൈറ്റ് ആയിട്ട് പോകും. ചില മാസങ്ങൾ GST ഒക്കെ ഞാൻ മുന്നേ എവരിങ് പ്രോപ്പർ ചാനൽ. സാർ ഇതിങ്ങനെ ഒരു വർക്കൊക്കെ നടത്തുമ്പോൾ ഒരു 30% ഒക്കെ ഒരു മാർജിൻ പ്രതീക്ഷിക്കാമോ? ഒരു 10 to 20 ആണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. അതായത് 10, അത് ഞാൻ പണ്ട് ഉള്ള അവർ പഠിപ്പിച്ചതാണ്. 10, if it is below 10, you should not work. If it is more than 20, that also you should not work. അതെന്താണെങ്കിൽ ആ 20 വീതുണ്ടെങ്കിൽ അത് വേറെ ആൾക്കാരെ അത് അട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് 10 to 20 വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നോർമൽ കമ്പനി. ശരി, അങ്ങനെയാണ് അതിന്റെ ഒരു റേഷ്യോ. എന്റെ റേഷ്യോ അങ്ങനെയാണ്. വെരി ഗുഡ്. സാറിന്റെ ഫാമിലി എനിക്കാണ്, അതുകൊണ്ടാണ് ഇവിടെ. അപ്പൊ അതുല്യ ഈ എഞ്ചിനീയറിംഗ് ആൻഡ് പൗഡർ കോട്ടിംഗ് എന്ന ഈ മഹത്തായ സ്ഥാപനം അത് കുറെ കൂടി വലിയ തലത്തിലേക്ക് പോകാൻ ഇദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. സാറിന് എല്ലാ ഭാഗങ്ങളിലും നേരുന്നു. താങ്ക് യു സർ.